ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണല്ലോ യാദൃശ്ചികമായി ചൂസ് ചെയ്തത്. ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഡ്രസ്സ് തന്നെയല്ലേ. ബഹിഷ്കരിക്കുകയാണെന്ന തരത്തിൽ വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ. നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് എന്താണ് പറയുന്നത്? അതും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതെ, തീർച്ചയായും വൈകാരികമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് വരുന്നതിന് 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. കാരണം എന്റെ അച്ഛനാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിയാറായി, ഒരു വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തോന്നുന്നത്? വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. സ്ഥാനാർത്ഥി വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണല്ലോ യാദൃശ്ചികമായി ചൂസ് ചെയ്തത്. ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഡ്രസ്സ് തന്നെയല്ലേ. ഈ സ്ഥാനാർത്ഥി അതിൽ വലിയ കഴിവില്ല അല്ലെ? അത് വലിയ കഴിവുള്ള കാര്യമല്ല. ഈ 2 സ്ഥാനാർത്ഥികളും നിങ്ങളുടെ വീട്ടിലെത്തി. അദ്ദേഹം കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ ആരോടും പരാതി കൂടുതലൊന്നും പറയാൻ. സ്ഥാനാർത്ഥി പോകേണ്ടതില്ല. BSPയുടെ വീട്ടിലും പോയില്ല. അത് പോകാതെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്തോളൂ. ഞങ്ങളിലുള്ള വിശ്വാസമല്ലേ അത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത്. അത് എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള്. അനുപ, അവരുടെ പ്രതികരണമാണ് വന്നത്. അതായത് 6 മണി വരെ വോട്ട് ചെയ്യാൻ സമയമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്, മറ്റൊന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് പ്രതികരിച്ചത്. അതേസമയം തന്നെയാണ് വിവാദം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവാദമായി എന്നതിനെ കുറിച്ചൊക്കെ വിവാദം ഉണ്ടാക്കുന്നവരോട് ചോദിക്കണം എന്നും പറഞ്ഞു. UDF സ്ഥാനാർത്ഥി വീട്ടിൽ വരാത്തതിനെ കുറിച്ച്, വോട്ട് തേടാത്തതിനെ കുറിച്ച്, കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിനെ കുറിച്ചൊക്കെ അഭിപ്രായം ചോദിച്ചു. അതിനും കൃത്യമായ ഒരു ഉത്തരമാണ് മകളും VV പ്രകാശിന്റെ ഭാര്യയും നൽകിയത്. അതായത് വോട്ട് ഉറപ്പുള്ളവരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല, അങ്ങനെ വരാത്തതിനെ കുറിച്ച് ഞങ്ങൾക്കൊരു പരാതിയുമില്ല, പരിഭവവുമില്ല, പിന്നെ എന്തിനാണ് അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന ചോദ്യവും അവർ ഉന്നയിക്കുകയുണ്ടായി. എന്നും കോൺഗ്രസുകാരിയായി തുടരും, മരണം വരെ കോൺഗ്രസുകാരി ആയിരിക്കും എന്ന പ്രതികരണവും VV പ്രകാശിന്റെ ഭാര്യ പങ്കുവച്ചു.